ഹലോ ചാമ്പ്യൻസ്. ഒരു സമയമുണ്ടായിരുന്നു, മണിക്കൂറോളം ഞാൻ പഠിക്കുമായിരുന്നു. ബട്ട് എക്സാം ടൈം എത്തുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്ക് ഔട്ടാവും, ഇല്ലെങ്കിൽ പഠിച്ചതൊന്നും തന്നെ ഓർമ്മ കാണത്തില്ല. അപ്പോൾ ഐ യൂസ് ടു തിങ്ക് ദാറ്റ് മേ ബി ഐ ആം നോട്ട് സ്മാർട്ട് ഇനഫ്, അല്ലെങ്കിൽ മേ ബി ഐ ആം നോട്ട് മെയ്ഡ് ഫോർ ടോപ്പ് മാർക്സ് എന്നൊക്കെയായിരുന്നു. ബട്ട് സ്ലോലി എനിക്കൊരു റിയലൈസേഷൻ തോന്നി തുടങ്ങി ദാറ്റ് ആക്ച്വലി ഞാൻ എത്ര മണിക്കൂർ പഠിച്ചു എന്നുള്ളതിൽ ഒരു കാര്യവുമില്ല. വാട്ട് മാറ്റേഴ്സ് ഇസ് ഹൗ ഐ സ്റ്റഡീഡ് എന്നുള്ളതാണ്. അതായത് ഈ മണിക്കൂറുകളിൽ ഞാൻ എങ്ങനെ പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് 5 സിമ്പിൾ ഹാബിറ്റ്സ് ആണ് ദാറ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് മൈ സ്റ്റഡീസ് ആൻഡ് മൈ റിസൾട്ട്. അപ്പോൾ ഈ ഹാബിറ്റ്സ് എനിക്ക് വർക്കായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് വർക്കൗട്ട് ആകും. സോ ഈ അക്കാഡമിക് ഇയർ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ഹാബിറ്റ്സ് നിങ്ങളുടെ സ്റ്റഡി റൂട്ടീനിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് ബിഗിൻ. ഹാബിറ്റ് നമ്പർ 1, സെൽഫ് സ്റ്റഡി ദ റിയൽ ഗെയിം ചേഞ്ചർ. സ്കൂൾ ലൈഫിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതല്ലാതെ നമുക്ക് ഒരുപാടധികം ട്യൂഷൻസ്, കോച്ചിങ്സ് ഇതൊക്കെ കാണും. സോ ഓൾ ദാറ്റ് ഈസ് ഫൈൻ, ഇതൊക്കെ ഒരു ലൈഫിൽ നടക്കുന്നതാണ് അല്ലേ. ബട്ട് ഈ 3 ഏരിയാസിൽ പഠിക്കുന്നത് മാത്രം പോരാ. അതായത് ഇത് കൂടാതെ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി എ ഗെയിം ചേഞ്ചർ. നമ്മൾ എവിടെയൊക്കെ പോയി പഠിച്ചാലും, എത്ര ക്ലാസ്സസ് അറ്റൻഡ് ചെയ്താലും സെൽഫ് സ്റ്റഡി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് സെൽഫ് സ്റ്റഡി എന്ന് പറയുന്ന ഓരോ കോൺസെപ്റ്റും നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും റിമെമ്പർ ചെയ്യാനും അത് ഒരുപാടധികം യൂസ്ഫുൾ ആണ്. സോ ഡെയിലി എത്ര നിങ്ങളുടെ ഷെഡ്യൂൾ ടൈറ്റ് ആണെങ്കിലും സെൽഫ് സ്റ്റഡിക്ക് ഒരു മിനിമം 2 hours നിങ്ങൾ മാറ്റി വച്ചേ പറ്റൂ. ഈവൻ ഇപ്പം നിങ്ങൾ ഹയർ കോമ്പറ്റേറ്റീവ് എക്സാംസ്, JEE, നീറ്റ് പോലത്തെ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും സെൽഫ് സ്റ്റഡി നിങ്ങൾക്ക് ഒരുപാടധികം ഇഫക്റ്റീവ് ആയിരിക്കും, ഒരുപാടധികം ബെനിഫിഷ്യൽ ആയിരിക്കും. സെക്കൻഡ് ഹാബിറ്റ്, നോട്ട് മേക്കിംഗ്. സ്കൂളിൽ നമുക്ക് ലെക്ചർ നോട്ട്സ് കാണും, അതേപോലെ തന്നെ ട്യൂഷൻസിൽ അവരുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് മൊഡ്യൂൾസ് തരുന്നതായിരിക്കും. ബട്ട് എന്തൊക്കെ നോട്ട്സ് അവൈലബിൾ ആണെങ്കിലും സ്വന്തമായിട്ട് ഒരു നോട്ട് മേക്കിംഗ് ഹാബിറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി കളർഫുൾ ആയിട്ടൊന്നും നോട്ട് എഴുതണമെന്ന് ഞാൻ പറയില്ല. അതായത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ലൈനൊക്കെ വരച്ച് നല്ല കളർ പെൻസൊക്കെ യൂസ് ചെയ്ത് നോട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ അത് ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ളൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. അതായത് ഒരു കളർ പെൻ യൂസ് ചെയ്തിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു റിവിഷൻ നോട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന എപ്പോഴാണെന്ന് അറിയാവോ? റിവിഷൻ ടൈമിൽ. അതായത് നിങ്ങൾക്ക് എക്സാം ടൈമിൽ റിവിഷൻ ചെയ്യണമായിരിക്കുമല്ലോ. ആ സമയത്ത് എന്തായാലും കംപ്ലീറ്റ് ബുക്ക് ഒന്നേന്ന് വായിക്കാനായിട്ടുള്ള ടൈം നിങ്ങൾക്ക് കാണത്തില്ല. അന്നേരം നിങ്ങൾക്ക് ഈ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. സോ ദ റിവിഷൻ വിൽ ബി ക്വിക്ക് ആൻഡ് ഇഫക്റ്റീവ്. തേർഡ് ഹാബിറ്റ്, വീക്കെൻഡ് റിവിഷൻ. ഒരു വീക്ക് നമ്മളിപ്പോൾ ഒരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിനി ഇപ്പോൾ മൺഡേ നമ്മളൊരു കാര്യം പഠിച്ചു, ബട്ട് ഫ്രൈഡേ എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്കത് ഓർമ്മ കാണത്തില്ല ഇല്ലേ. ബിക്കോസ് അതൊക്കെ നോർമലി നമ്മൾ ഷോർട്ട് ടേം മെമ്മറിയിലാണ് ഫീഡ് ആകുന്നത്. അപ്പം ഇതിനെ ലോങ് ടേം മെമ്മറി ആക്കാനായിട്ട് പഠിച്ച കാര്യത്തിന് റിവൈസ് ചെയ്യുക. ഇനി കുഞ്ഞു ക്ലാസ്സസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡെയിലി റിവിഷന് ചിലപ്പം ടൈം അവൈലബിൾ ആയിരിക്കും. ബട്ട് ഹയർ ക്ലാസ്സസിൽ പോകും തോറും റിവിഷനുള്ള ടൈം കുറഞ്ഞു വരും. ബിക്കോസ് പഠിക്കാൻ അത്രമാത്രം കാണും. അപ്പോൾ അന്നേരം അങ്ങനത്തെ സിറ്റുവേഷൻസിൽ സാറ്റർഡേ, സൺഡേ, അതായത് നിങ്ങളുടെ വീക്കെൻഡ് റിവിഷന് വേണ്ടിയിട്ട് ഒരു 2-3 hours മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു വീക്ക് നിങ്ങൾ പഠിച്ച കാര്യം റിവൈസ് ചെയ്യുക. ഫോർത്ത് ഹാബിറ്റ്, സാമ്പിൾ പേപ്പേഴ്സ്. ആദ്യമൊക്കെ കോൺസെപ്റ്റ് പഠിച്ചിട്ട് വെറുതെ പോയി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. ബട്ട് ആക്ച്വലി ഞാൻ പഠിക്കുന്നത് വേറൊരു കാര്യമായിരിക്കും. അതിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വേറെ രീതിയിലായിരിക്കും. അതായത് ആപ്ലിക്കബിൾ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ടീച്ചേഴ്സ് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിനെ എങ്ങനെ ആൻസർ എഴുതണം എന്നൊരു ഐഡിയയും ഉണ്ടാകില്ല. അപ്പം ആക്ച്വലി ഐ സ്റ്റാർട്ടഡ് സോൾവിങ് സാമ്പിൾ പേപ്പേഴ്സ്. അപ്പോൾ ഈ സാമ്പിൾ പേപ്പേഴ്സ് സോൾവ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് തന്നെ ഒരു മാസീവ് ഇംപ്രൂവ്മെൻറ്റ് കാണാനായിട്ട് സാധിച്ചു. ബിക്കോസ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്പീഡ് ഇംപ്രൂവ് ആകും. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ്. അതായത് ഒരു കോൺസെപ്റ്റിൽ നിന്നും എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് എന്നൊരു ഐഡിയ നമുക്ക് കാണും. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്. അതായത് എക്സാംസ് ഒക്കെ കറക്റ്റ് ടൈമിനുള്ളിൽ തന്നെ എഴുതി തീർക്കാനായിട്ടും നമുക്ക് പറ്റും. അപ്പോൾ എല്ലാ ദിവസവും കംപ്ലീറ്റ് സാമ്പിൾ പേപ്പർ സോൾവ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ഡെയിലി സോൾവ് ചെയ്യാം.
ആൻഡ് എക്സാംസ് അടുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ടാകുമല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു സാമ്പിൾ പേപ്പർ സോൾവ് ചെയ്ത് പോവുക. 5th ഹാബിറ്റ്, വീക്ക്ലി പ്ലാനിങ്. അതായത് എല്ലാ സൺഡേയും ആ ഒരു പെർട്ടിക്കുലർ വീക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വയ്ക്കാം. ഫോർ എക്സാമ്പിൾ, ഏത് സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ ടൈമാണ് റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നത്, അതേപോലെ തന്നെ വർക്ക്ഷീറ്റ് അല്ലെങ്കിൽ സാമ്പിൾ പേപ്പേഴ്സ് സോൾവ് ചെയ്യാൻ ഏതൊക്കെ ടൈം സ്ലോട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ പ്ലാൻ ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സ്റ്റഡി റൂട്ടീൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് കൺസിസ്റ്റൻറ്റ് രീതിയിൽ മുന്നോട്ട് പോകും. ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. റിമെമ്പർ, സക്സസ് എന്ന് പറയുന്നത് എത്ര മണിക്കൂർ നമ്മൾ പഠിക്കാൻ മാറ്റി വച്ചു എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ പഠിക്കുന്നു അല്ലെങ്കിൽ ആ ടൈം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഈ വീഡിയോയിൽ പറഞ്ഞ ഹാബിറ്റ്സ് നിങ്ങളും നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് ഇയറിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു വീക്ക് തന്നെ നിങ്ങളിൽ ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. സോ നോ വൺ ഇസ് ബോൺ എ ടോപ്പർ. ആരും ടോപ്പറായിട്ടല്ല ജനിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ എഫേർട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ദേ ആക്ച്വലി ബിക്കം എ ടോപ്പർ ബൈ ബിൽഡിംഗ് സ്മോൾ, സ്മാർട്ട് ആൻഡ് കൺസിസ്റ്റൻറ്റ് ഹാബിറ്റ്സ് എന്നുള്ളതാണ്. സോ കമൻറ്റ് ബോക്സിൽ നിങ്ങളും ടൈപ്പ് ചെയ്യുക, ഈ പറഞ്ഞ ഹാബിറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാബിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഹാബിറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. And don't forget to like, subscribe and share this video. Believe in yourself and have a wonderful day.